SNS സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ശിവേലിപ്പുരയുടെ സമർപ്പണം ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ശിവേലിപ്പുരയുടെ സമർപ്പണം നടത്തും. ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. സമാജം പ്രസിഡന്റ് എടച്ചാലിൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശിവേലിപ്പുരയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് 50,000 രൂപയ്ക്ക് മുകളിൽ വഴിപാട് നൽകിയവർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി സന്ദീപ്, സമാജം സെക്രട്ടറി PK വിശ്വംഭരൻ, പ്രസിഡന്റ് എടച്ചാലിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഖത്തറിന്റെ നേതൃത്വത്തിൽ ഭവനരഹിത ഗ്രാമം എന്ന സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്നേഹക്കൂട് എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത്. പഞ്ചായത്തിൽ പ്രവാസി അസോസിയേഷൻ നടത്തിയ സർവേയിൽ 40ഓളം പേർ ഭവനരഹിതരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ 4 ലക്ഷം രൂപ ചിലവിൽ 5 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഘട്ടം ഘട്ടമായാണ് ഇത് പൂർത്തിയാക്കുക. തിങ്കളാഴ്ച രാവിലെ തൃപ്രയാർ കിഴക്കേനട ശാന്തി പാലസിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഭാഗമായി കുറ്റിക്കാട്ട് രാമചന്ദ്രന് വേണ്ടി നൽകുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനം CM ജയദേവൻ MP നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഗീതാഗോപി MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ വീടിന്റെ നിർമ്മാണ തുക കൈമാറി. യാറത്തിങ്കൽ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ മജീദ് സഖാഫി, പെരിങ്ങോട്ടുകര ശ്രീനാരായണാശ്രമ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമി എന്നിവർ ചേർന്നാണ് വീടിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അഷ്റഫ് അമ്പലത്ത്, സെക്രട്ടറി വിനോദ് നടുവത്തേരി, അഡ്വക്കറ്റ് AU രഘുരാമ പണിക്കർ, ഷീജ സദാനന്ദൻ, PC ശ്രീദേവി, ശോഭ രാജീവ്, ബഷീർ കക്കാട്ടുതറ, CT ജോസ്, E നന്ദനൻ, PA സലാവുദ്ദീൻ, അജയൻ പൊട്ടേക്കാട്ട്, AS ദിനകരൻ, വിഷ്ണുഭാരതീയ സ്വാമികൾ, സംഗീത സംവിധായകൻ ശ്യാംധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ സിഗ്നൽ സംവിധാനം വാഹനയാത്രക്കാരെ കുഴയ്ക്കുന്നതായി പരാതി. ബൈപ്പാസിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ ചിലയിടങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാന ജംഗ്ഷനുകളിൽ ബൈപ്പാസ് മുറിച്ചു കടക്കുന്നതിന് 15 സെക്കൻഡ് മാത്രമാണ് ലഭിക്കുന്നത്. പലപ്പോഴും കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രികരും ദേശീയപാതയുടെ മധ്യഭാഗത്തെത്തുമ്പോഴേക്കും സിഗ്നൽ മാറിയിട്ടുണ്ടാകും. ഇതോടെ റോഡ് മുറിച്ചു കടക്കുന്നവർ ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് നടുവിൽപ്പെടുന്ന അവസ്ഥയിലാണ്. ഗ്രാമീണ റോഡുകളിലൂടെ കയറി വന്ന് ബൈപ്പാസിലും തിരിഞ്ഞുപോകുന്ന വാഹനയാത്രക്കാർക്ക് സിഗ്നൽ ലൈറ്റുകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ചന്തപ്പുരയിൽ എറിയാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ലാത്ത അവസ്ഥയാണ്. ബൈപ്പാസ് വന്നു ചേരുന്നയിടത്ത് വാഹന തിരക്കിലേക്കാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ റോഡ് കടന്നു വരുന്നത്. പൊതുവെ 4 വരിപ്പാത ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്ക് ബൈപ്പാസിലെ സിഗ്നൽ പ്രശ്നം തലവേദനയായിരിക്കുകയാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സനാതന ധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും. വൈകിട്ട് 4-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ശ്രീമദ് ദേവി ഭാഗവത മഹാത്മ്യം നടക്കും. ജയേഷ് ശർമ്മ കോഴിക്കോട് യജ്ഞത്തിന് നേതൃത്വം നൽകും. സമാപന ദിവസമായ ഒക്ടോബർ 2-ന് വൈകിട്ട് 3-ന് ശ്രീമദ് ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8-ന് വിദ്യാർത്ഥികൾക്കായി സരസ്വതി അഷ്ടോത്തര ശതാർച്ചനയും ഉണ്ടാകും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 48 ഗുണഭോക്താക്കൾക്ക് കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവാഹ ധനസഹായ പദ്ധതിയുടെ ഭാഗമായി 50,000 രൂപ നിരക്കിൽ 28 ലക്ഷം രൂപ വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EB ഉണ്ണികൃഷ്ണൻ, മുനീർ ഇടശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KV സുകുമാർ, ശൈലജ രാജൻ, ശശികല ശ്രീവത്സൻ, പട്ടികജാതി വികസന ഓഫീസർ TM സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കയ്പമംഗലം ദേവമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിൽ ഗുരുപൂജയും പ്രാർത്ഥനയും നടത്തി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ്, ശാഖാ സെക്രട്ടറി, ശാഖാ ഭാരവാഹികൾ, ക്ഷേത്രം സെക്രട്ടറി, വനിതാ സംഘം മെമ്പർമാർ, മൈക്രോ ഫൈനാൻസ് യൂണിറ്റ് അംഗങ്ങൾ, യൂത്ത് വിംഗ്, ബാലവേദി എന്നിവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ശരണമാകണേ 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 പരമസദ്ഗുരു ജയ നാരായണ ഗുരു സ്വാമിൻ ദേവ ജയ
ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 പീടിക ഇരിങ്ങാലക്കുട റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂരിൽ മോഡേൺ ആശുപത്രിക്ക് നേരെ ആക്രമണത്തിൽ CT സ്കാനിംഗ് റൂമിന്റെ ചില്ലുകൾ തകർന്നു. ലോക മുള മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുമ പരിസ്ഥിതി കൂട്ടായ്മ തളിക്കുളം സ്നേഹതീരത്ത് സംഘടിപ്പിച്ച മുള മഹോത്സവം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.